1962 ഇൻഡോ ചൈന വാർ. അതുവരെ ബായി ബായി എന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് നടന്ന ചൈനയുടെ ചതി നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും നമ്മളുടെ ഒരുപാട് സ്ഥലങ്ങൾ ചൈനയുടെ കയ്യിലായിരുന്നു. നമ്മുടെ സ്ഥലങ്ങൾ കയ്യേറി അവർ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുകയും അവിടെ നിന്ന് ഇന്ത്യൻ ആർമിയോട് ഒഴിഞ്ഞു പോകാൻ പറയുകയും ചെയ്തു. ആ കോൺഫ്ലിക്റ്റ് പെട്ടെന്ന് തന്നെ ഒരു യുദ്ധത്തിലേക്കും കലാശിച്ചു. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത നമ്മളുടെ ആർമി പെട്ടെന്നുള്ള ചൈനയുടെ ഈ ഒരു മുന്നേറ്റത്തിൽ പതറിപ്പോയി. അന്നവർ പ്രധാനമായും 2 വാർമുഖങ്ങളാണ് തുറന്നത്. ഒന്ന് ലഡാക്ക് സൈഡിലും മറ്റൊന്ന് അരുണാചൽ പ്രദേശിലും. ബോർഡറിലേക്ക് കൃത്യമായ റോഡുകളോ ആധുനിക ഉപകരണങ്ങളോ ഇല്ലാതിരുന്ന നമ്മളുടെ സൈന്യത്തിന് അന്നത്തെ ചൈനീസ് സേനയുടെ മുന്നേറ്റത്തെ കാര്യക്ഷമമായി ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല. അവരുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. അന്ന് ചൈനീസ് ആർമി കടന്നു വന്ന വഴിയെ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് ഇന്ത്യയുടെ ബോർഡറിലേക്ക്, മെച്ചുക്ക എന്ന സുന്ദര പട്ടണത്തിലേക്ക്. ഇന്നും ചൈന തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ആ സുന്ദര ഭൂമിയിലേക്ക്. പോണ്ട നമുക്ക് റെഡിയല്ലേ എല്ലാവരും? ഇതാ നമ്മളുടെ ആലുവയിലെ പള്ളിമുറ്റത്ത് നിന്നും പതുക്കെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. എന്തോ ഒന്നിൻ്റെ മുന്നറിയിപ്പ് പോലെ ആകാശമൊക്കെ ഇരുണ്ട് മൂടിയിട്ടുണ്ട്. ബട്ട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മളുടെ മീനുകുട്ടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും സെറ്റാണ്. ഇനി ഒന്ന് എണ്ണ അടിക്കണം. രാവിലെ 5 മണിയാണ് കേട്ടോ ടൈം. 5 മണിക്ക് ഏത് പമ്പ് തുറന്നിരിക്കുമോ എന്തോ. പെട്രോൾ അടിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടല്ലോ ഒരു 6 മുട്ട വാങ്ങിയതാണ്. നമുക്ക് മുട്ട ചരിയാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ, കഴിഞ്ഞ തവണ പോയപ്പോൾ റോഡിന് നടുവിൽ മണിക്കൂറുകളോളം പെട്ടിടുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വെള്ളം പോലും കിട്ടാതെ, തിന്നാനൊന്നും ഇല്ലാതെ. ഇപ്രാവശ്യം അതുണ്ടാകും പാടില്ല. നമ്മുടെ കയ്യിൽ ഗ്യാസൊക്കെ ഉണ്ടല്ലോ, ഓംപ്ലേറ്റ് അടിച്ചെങ്കിലും ഞാൻ ജീവിക്കും. ഇതാണ് ആലുവയുടെ മാർക്കറ്റ് ഏരിയ. പക്ഷേ ഒരു കടകൾ പോലും തുറന്നിട്ടില്ല. ഇവിടുത്തെ 5 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളുടെ നാട്ടിലൊരു 7 മണിയുടെ ആ ഒരു ഇത് കേട്ടോ, ആ ഒരു എഫക്റ്റ്. സൂര്യൻ ആ ഒരു മലയുടെ ബേക്കിലായിട്ട് ഉദിച്ചിട്ടുണ്ട്. ലൈറ്റ് പതുക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. സുമോ വണ്ടികളൊക്കെ പാർക്കിംഗ് ഇത് കണ്ടോ നിങ്ങൾ, എല്ലാം പാക്ക് ചെയ്ത് സെറ്റാണ്. ഒക്കെ നമ്മളുടെ മെച്ചുക്ക റൂട്ടിലേക്ക് പുറപ്പെടാനുള്ളതാണ്. അവിടെ എന്താണ് നമ്മൾ ഇത്ര അതിരാവിലെ പുറപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കട്ടിങ്, റോഡിൻ്റെ കട്ടിങ്. നമ്മൾ പണ്ട് പോയപ്പോൾ ഓർക്കുന്നുണ്ടോ, 4 വർഷം മുമ്പ് പോയപ്പോൾ ഉണ്ടായിരുന്ന കട്ടിങ് ഇപ്പോഴും അതേ കട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ടൈമിംഗ് ഉണ്ട്. അന്ന് നമുക്കൊരു ടൈമിംഗ് അറിയത്തില്ലായിരുന്നു, ഒരു തേങ്ങ അറിയത്തില്ലായിരുന്നു. അങ്ങനെ പോയി കാട്ടിന് നടുക്ക് പെട്ട് ഈച്ചേൻ്റെ ഒക്കെ കാടി കൊണ്ട് കിടന്നു. പക്ഷേ ഇപ്രാവശ്യം ടൈമിങ് നമ്മൾ പഠിച്ചു. ഇവിടെ വന്ന് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു രാവിലെ ഒരു 5 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പാസ് ചെയ്ത് പോവാം, ഇല്ലെങ്കിൽ പെട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത്ര രാവിലെ എണീറ്റിട്ട്. മെച്ചുക്ക റൈറ്റ്. ഓ ഭാഗ്യം തന്നെ, പെട്രോൾ പമ്പ് തുറന്നിട്ടില്ലേ? ഇല്ലേ, ഉണ്ടാവേണ്ടതാണ്. അയ്യോ, പെട്രോൾ പമ്പ് തുറന്നിട്ടില്ല കേട്ടോ. രാത്രി നേരത്തെ തുറക്കത്തില്ല. തുറപ്പിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അവർ ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ദിവസം പമ്പുവിൻ്റെ മെഷീൻ ഓൺ ആക്കുന്നേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് കസ്റ്റമർ ഞാനാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് പെട്രോളായി, മുട്ടയായി. ഇനി നമ്മളെ തോപ്പിക്കാൻ ഒരു കുട്ടിക്കും ആവത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിതാ മല കയറി തുടങ്ങുകയാണ്. കാർമേഘങ്ങളൊക്കെ മാറി നിൽക്ക് സാധനമേ എന്നാണ് നമ്മൾ പറയാനുള്ളത്. വേറെ സാധനം കൂടി എടുക്കാണ്ട് കേട്ടോ. നമുക്ക് ATM ഇച്ചിരി പൈസ എടുക്കണം. ഇപ്പോൾ എന്തായാലും ടൗൺ വിട്ട് കഴിഞ്ഞു. ഇവിടുത്തെ ATM ഒന്നും തുറന്നിട്ടില്ല. കുറച്ചുകൂടി മുമ്പിൽ പോയിട്ടൊരു ചെറിയൊരു കുഞ്ഞു പട്ടണം വരാനുണ്ട്. അവിടെ ATM ഉണ്ടെന്നാണ് ഇവിടെ പെട്രോൾ പമ്പിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞത്. ഞാൻ അന്ന് വരുന്ന സമയത്തുണ്ടല്ലോ, ഈ ഒരു ചെറിയ പാലമായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ വലിയ പാലമൊക്കെ ആയിട്ടുണ്ട്. എത്ര ദൂരം നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കട്ടിങ് ഇല്ലാതെ പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാമല്ലോ. മെച്ചുക്ക 182, മൈഗോങ് 198, മണിഗോങ് 198, കായിങ് 44. ഈ മണിഗോങ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഓർമ്മ വേണം ആ സ്ഥലത്തിൻ്റെ പേര്. കാലറി നമുക്ക് എതിരാണല്ലോ മച്ചമ്പി എന്ന് പറയുന്ന പോലെ. മഴ, അയ്യോ മഴ, ചതി, കൊലച്ചതി. ഇതല്ല, ഇതിനപ്പുറവും. सारी मासूम सी खुशियां चल भूल जाए. നമ്മൾ എന്തിനാണ് ഈ റൂട്ടിലേക്ക് 4 വർഷത്തിന് ശേഷം വീണ്ടും വന്നതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളാണ് കേട്ടോ നമ്മുടെ മുമ്പിലായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. ഉദയസൂര്യൻ പതുക്കെ മലേനെ അങ്ങോട്ട് മുട്ടുന്ന സമയത്ത് താഴെ നിന്ന്
പുട്ടിൻ്റെ ആവി പോലെ അങ്ങനെയൊന്നും ഉപമിക്കാൻ പാടില്ലല്ലേ. ഞങ്ങൾ മേലോട്ട് പോകുന്നുണ്ട്. നമ്മൾ എന്തിലും സൗന്ദര്യം കാണണമെന്നാ. അപ്പോൾ പുട്ടിൻ്റെ ആവിക്ക് ഒരു ഇച്ചിരി സൗന്ദര്യം എൻ്റെ ഒരു കാഴ്ചപ്പാടിലുണ്ട് കേട്ടോ. ആക്ച്വലി ഇതേണ്ട ഇവിടുത്തെ വീടുകൾ കണ്ടല്ലോ നിങ്ങൾ, ശരിക്കും ഈ കാണുന്ന ഓല മേഞ്ഞ വീടുകളാണ് നോർമലി ഉണ്ടാവേണ്ടത്. ആധുനികതയുടെ പ്രതീകം പോലെ അവിടെ കാണുന്ന ടിൻ ഷീറ്റുകളും പതുക്കെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു തനത് ബ്യൂട്ടി പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മെച്ചുക്കയിലോട്ടുള്ള റൂട്ടൊക്കെ. അപ്പം ഹായ്, ബീഫ് കട ഇവിടെ ബീഫിനൊന്നും പഞ്ഞില്ല. അപ്പം എത്രയും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു തനത് ഭംഗി കാണാൻ പറ്റും. രണ്ട് വെല്ലുവിളികളാണ് നമുക്ക് റോട്ടിൽ കൂടി പോകുമ്പോൾ ഉള്ളത്. ഒന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ മഴ പെയ്ത് നിൽക്കുന്നത്, രണ്ടാമത്തെ എൻ്റെ പശുമ്പൈ മാറി നിൽക്കണേ, മുഴുവൻ പശുക്കൾ ആണ്. റോഡ് നിറച്ച് കയ്യേറിയൊക്കെയാണ്. ഈ റോഡ് നനഞ്ഞ് കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, അതിൻ്റെ ഭീകരത എന്താണെന്നുള്ളതുകൊണ്ടല്ലോ കുറച്ചുകൂടി അങ്ങ് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയെ. ഇതാണ് കേട്ടോ ഇനി അങ്ങോട്ട് വിടുമ്പോൾ ഉള്ള ഏറ്റവും അവസാനത്തെ ടൗണ്. ഈ ടൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ടൗൺ നമുക്കായിട്ട് മുമ്പിൽ ഇനിയിപ്പം അവിടെ ചെന്നാലും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ATM ഇല്ല കേട്ടോ. സോ ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിൽ കുറവാണ്. ഞാനുണ്ടല്ലോ നിർത്താതെ പായുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡ് കട്ടിങ്ങിന് വേണ്ടി അടയ്ക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം നമുക്കുണ്ടല്ലോ അടയ്ക്കുന്നതിന് മുമ്പായിട്ടൊന്ന് പാസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം 3 മണി വരെ അവിടെ കുടുങ്ങിപ്പോവും. പിന്നെ രാത്രിക്കൊക്കെ നമ്മൾ കാട്ടിക്കൂടി വണ്ടി ഓടിക്കേണ്ടി വരും. 4 വർഷത്തിൻ്റേതായ മാറ്റം റോഡിലുണ്ട്. കയങ്ങ് കഴിഞ്ഞപാടെ തന്നെ നല്ല ടാറ്റർ റോഡുണ്ട്. നമ്മൾ അന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗമെല്ലാം കട്ടിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. അന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് എത്രമാത്രം ഭീകരമായിരുന്നു ആ ഒരു റൈഡ് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പുറകോട്ടൊന്ന് എടുത്ത് നോക്കുന്നതല്ലത്. ഞാൻ ഒരു കാര്യം ചെയ്തു, ഐ ബട്ടണിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോയെ. നമ്മൾ ഇത്രയും നേരം വന്ന ആ റോഡുകളുടെ ആവേശമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് മോശം റോഡുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്താനുള്ള പ്രശ്നം, ഫുള്ള് ചെളിക്കുളമായിരിക്കും. ഇവിടെ നിറച്ച് ചെളിയായിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഇന്നൊരു പെടൽ പെടും. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് മലയുടെ മേലോട്ടും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ മല ഇടിയാനുള്ള ചാൻസസ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഓ മൈ ഗോഡ്, ഈ ഭാഗത്തിനൊന്നും ഒരു മാറ്റമില്ലല്ലോ. അന്ന് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയുണ്ട്. ഒരു ഇടിഞ്ഞ് വീണതാ, മേലേന്ന് കട്ട് ചെയ്ത് കയറുന്നതാണ്. അത് എന്ത് ചെയ്യുന്നത്? ഒന്നേ ഷൂ നിറച്ച് ചെളിയായിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കിട്ടിയ സ്ഥലത്ത് ഞാനത് കഴുകി കേട്ടോ. പിന്നെ രാവിലെ തന്നെ നിങ്ങൾ അധികം ഓഫ് റോഡ് കാണിച്ച് അങ്ങോട്ട് വെറുപ്പിക്കണ്ട, അല്ലെങ്കിൽ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ക്യാമറ ഒന്ന് ഓഫാക്കിയത്. അല്ലാതെ ഞാൻ വീഴുന്ന കാഴ്ച നിങ്ങൾ കാണണ്ട എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. ഒരു മാറ്റമല്ല കേട്ടോ, ഇവിടെ എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. വലിയ രീതിയിലുള്ള കട്ടിങ് ഒന്നും ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ലല്ലോ. അങ്ങനെ അന്ന് പറ്റി പണി അത്ര ഊർജ്ജസ്വലമല്ലല്ലോ. ഈ സുന്ദരമായ വെള്ളച്ചാട്ടങ്ങൾ. ഒന്ന് ഷൂ കഴുകിയേക്കാം. പുറകിൽ ലോറി വരാനുണ്ട്. ആ ലോറി വരുന്നതിന് മുമ്പ് ഷൂ കഴുകി ഇവിടെ നിന്ന് വിടണം. അതിന് ആർപ്പാടൊന്നും വേണ്ട. നൈസല്ലേ വെള്ളച്ചാട്ടം. 4 വർഷം മുമ്പ് ഞാൻ കണ്ടതിൽ നിന്ന് വലിയ ഒരു മാറ്റം, റോഡ് കുറച്ചും കൂടി മോശമായിട്ടുണ്ടെന്നല്ലാതെ ബാക്കിയൊന്നും ഈ ഒരു മേഖലയിൽ നടന്നിട്ടില്ല കേട്ടോ. മേ ബി ഇവിടെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇനി അങ്ങോട്ട് കട്ടിങ് ആണോ? എന്നാ ചെളിയെന്നറിയാവോ, പശപ്പുള്ള ചെളി. ടയറിങ്ങനെ വലിഞ്ഞ് ആട്ടി കളിക്കുന്നു. റോഡ് പണിയിലുണ്ടല്ലോ ഇവിടുത്തെ പ്ലാൻ മാറ്റമാണ്. ഇവിടുത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മേലെ ഭാഗത്തുകൂടി അങ്ങ് മലയുടെ ഒരു ഭാഗത്തുകൂടിയാണ് കട്ടിങ് നടക്കുന്നത്. ഈ റോഡ് ഉപേക്ഷിക്കാനുള്ള പ്ലാനാണ് കേട്ടോ, മറ്റേ റോഡ് സെറ്റ് ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഈ റോഡൊന്നും നന്നാവാത്തത്. ഇന്ന് പുലർച്ചയ്ക്കായിട്ട് മഴ പെയ്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും പാടുപെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര വലിയ കഷ്ടപ്പാടുണ്ടാവില്ലായിരുന്നു. അത്യാവശ്യം ഒന്ന് വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വെലിയും. ആ ഒരു ടൈപ്പ് മണ്ണാണിത്. അധികം കഥ പറയുന്നത് അത്ര നല്ലതല്ല കേട്ടോ. വണ്ടിയുടെ ബേക്ക് ഭാഗമേ വലിഞ്ഞു പോകുന്നു, ഫ്രണ്ടും അതെ.
അറിയാലോ നമുക്ക് ഗ്ലാസിൻ്റെ മേലെ വണ്ടി ഓടിക്കുന്ന പോലെയാണ് ഇതിലെ വണ്ടി ഓടിക്കുമ്പോൾ ഒരുമാതിരി വൃത്തികെട്ട റോഡ്. അയ്യോ, പുറകിലും മുമ്പിലാണെങ്കിൽ ആരും കാണാനുമില്ല. എല്ലാവരും ഇവിടെ പോയി പോലും. ഞാനാണ് ഇനി ഏറ്റവും ആദ്യം, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും അവസാനം. ഈ റോഡുണ്ടല്ലോ അന്ന് വെട്ടിയതിന് ശേഷം ഉപേക്ഷിച്ചതാണ് കേട്ടോ. കാരണം അന്ന് ഞാൻ പോകുമ്പോൾ ഇവിടെയായിരുന്നു കട്ടിങ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പം മേലോട്ടേക്കാക്കി കട്ടിങ് മാറ്റി. എന്തോ അവരുടെ പ്ലാനിങ്ങിൽ പാളിച്ച വന്നിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ ഇതിലെ തുഴഞ്ഞു പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒന്ന് പോ ചേട്ടാ അവിടെ നിന്ന്. മനുഷ്യൻ ഇവിടെ നടക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുമ്പോൾ പുറകിലൊരു ചെങ്ങാണ് പോകാണ്ടിരിക്കും. ഫോർ വീലർ ഡ്രൈവുള്ളതിൻ്റെ അഹങ്കാരം കണ്ട വണ്ടി പോകുന്ന കണ്ട ഞങ്ങൾ. നമ്മൾക്കാകെ 2 വീലേ ഉള്ളേ. ഇവിടെയൊക്കെ കട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അന്ന് കണ്ട പോലൊക്കെ തന്നെ ഇന്നുമുണ്ട്. ഇത്രയും വർഷം കൊണ്ട് അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ കൂടുതൽ കട്ട് ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് മെച്ചെടുത്ത് ടാറിട്ടു. പക്ഷെ ഇവിടെ എന്ത് പറ്റി പോലും മനസ്സിലാവണില്ല. BRO തന്നെയല്ലേ വർക്ക് എടുക്കുന്നത്. ഒരു വണ്ടി നമ്മുടെ മുമ്പേ കയറി പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ പോകുന്ന വഴി അതാ, അങ്ങനെ മുമ്പേ പോകണം. മോശം റോഡുകൾ മാത്രമല്ല കേട്ടോ, പോകുന്ന വഴിയിൽ ഇതാ മോശം റോഡുകളുടെ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയില്ല പോലത്തെ കാഴ്ചയാണിത്. രാവിലെ ആ ഒരു മഴ കൂടി പെയ്തതുകൊണ്ട് ഇതാ അവിടെയൊക്കെ ഒരു ഗ്രാമമുണ്ട്. കണ്ട നിങ്ങൾ വീടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ മേലെ കൂടിയൊക്കെ കോടമഞ്ഞ് പതുക്കെ പാറി പോകുന്ന ഒരു കാഴ്ച നോക്കി നിങ്ങൾ സിനിമയിൽ കാണാൻ പറ്റും. ഇതുപോലെ ബാഹുബലി സിനിമയിൽ. വെറുതെ അല്ല ഇത് കണ്ട, ഇവിടെ റോഡ് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ എന്തോ കട്ടിങ്ങിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ട് ആ ഒരു ഭാഗം പൂർണ്ണമായി പണി കഴിയാത്തതാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് എത്ര വരെ ഉണ്ടോ എന്തോ. നാല് വർഷം കണ്ടുണ്ടല്ലോ ഗംഭീരമായ മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നു. അന്ന് വരുമ്പോൾ ജസ്റ്റ് കട്ടിങ്ങുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ നല്ല കിടിലം പോലത്തെ അരിഞ്ഞ് സെറ്റാക്കിയ നമ്മളുടെ BROയുടെ മുത്താണ് BRO സ്വന്തം റോഡ് വന്നിട്ടാണ്. ഇവിടെയൊക്കെ പതുക്കെ കോടയല്ലത് ആ മലയുടെ മേലെ വിട്ട് തുടങ്ങുന്നേ ഉള്ളേ. റോഡ് കട്ടിങ്ങിന് വേണ്ടി അടയ്ക്കുന്ന മേഖല ഇതാ. അവിടെ നിന്ന് വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അതിപ്പം ഓപ്പൺ ചെയ്തിട്ടാണുള്ളത്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുമായിരിക്കും. ഒരു വലിയ വണ്ടി വരുന്നുണ്ട് അവിടെ. നമുക്ക് ഒരു സൈഡിൽ നിൽക്കണം. സൈഡിൽ നിൽക്കുന്ന അത്ര നല്ലതല്ല. എന്നാലും ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നല്ല രീതിക്കുള്ള കട്ടിങ് നടക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഉറപ്പുള്ള നല്ല കട്ടി പാറകളാണ് ഉള്ളത്. എൻ്റെ പൊന്നോ, കറക്റ്റ് ശരിക്കും വെടിമരുന്നിൻ്റെ മണമാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. ശരിക്കും ഞാൻ എന്തിനാണ് ഈ ഓഫ് റോഡ് അല്ലെങ്കിൽ മോശം വഴികൾ നിങ്ങളെ കാണിച്ചു തരുന്നതെന്ന് അറിയാമോ? നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നല്ല സൗന്ദര്യമുള്ള അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. കാരണം ആ ഒരു കഷ്ടപ്പാട് അറിഞ്ഞാലേ നമുക്ക് ശരിക്കും ആ ഒരു ഭംഗി നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പോയി ജസ്റ്റ് അവിടെ എത്തി ഭംഗി കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ. ബട്ട് അത്ര സിമ്പിളല്ല കാര്യങ്ങൾ, ഇച്ചിരി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുന്നതിനിടയ്ക്കുണ്ടല്ലോ ഇങ്ങനെ മസില് പിടിച്ചിട്ടാണ് കേട്ടോ വണ്ടി ഇങ്ങനെ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും നിങ്ങൾക്കറിയാലോ തന്നെ ഇങ്ങനെ വലിഞ്ഞ് കളിക്കും. അപ്പോൾ വീഴാതെ ഇങ്ങനെ നോക്കി കൊണ്ടുപോകും വേണം. ഈ മണ്ണല്ല നല്ല കറുത്ത മണ്ണ് കേട്ടോ, കറുത്ത മണ്ണ്. അമ്മേ ബാക്കിറങ്ങി പോന്നേ. ഇതൊരു കുറച്ച് കുഴപ്പം പിടിച്ച മേഖലയാണേ. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത്രമാത്രം അതൊന്നും ഒരു ഫീല് ചെയ്യില്ല. നിങ്ങൾക്ക് അത് നേരിട്ട് വരണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ ആദ്യം കാണുക, അതിന് ശേഷം ഇങ്ങോട്ടൊക്കെ നേരിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന ആ ഒരു കഷ്ടപ്പാടുകൾ എത്രത്തോളം വലിയ കഷ്ടപ്പാടാണെന്നുള്ളത്.
അപ്പോൾ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് പോലും ഇതുപോലെ കിടക്കുന്നത്. കുറച്ച് നേരം ഓഫ് റോഡിൽ കൂടി വന്നപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം റോഡുണ്ട് കേട്ടോ. അങ്ങനെ പകുതി അങ്ങനെ മാറി മാറിയൊക്കെയാണ് കട്ടിങ് നടക്കുന്നത്. ഇവിടെ റോഡ് പണിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ വന്ന് വരിയായി വണ്ടിക്ക് വേണ്ടി കാത്തു വെക്കുന്നു. ഈ ഭാഗം ഒരു ഗ്രാമ ഏരിയ ആണ്. ഗ്രാമത്തിലുള്ള ഇവിടെയുള്ള ആളുകളുടെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് പണിയുടെ ഇത് തന്നെയാണ് കേട്ടോ. ഈ നാട്ടുകാരെ തന്നെയാണ് ഇപ്പം റോഡ് പണിക്ക് കട്ടിങ്ങിൻ്റെ ഒക്കെ ബാക്കി ഈ കല്ല് പൊട്ടിക്കൽ പരിപാടി അങ്ങനെയുള്ള പല പരിപാടിക്കും കൂട്ടുന്നത്. അപ്പോൾ ഇവർക്കൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ ഈ റോഡ് പണി എന്ന് പറയുന്നത്. ഈ ഭാഗത്തേക്ക് ഗ്രാമം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡ് കട്ട് ചെയ്ത് കയറാത്തത്. മേ ബി ചിലപ്പോൾ വേറെ വല്ല പാസ് വഴി ഉണ്ടാവുമായിരിക്കും. വീടൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുള്ള വീടുകളാണ്. നല്ല മറ്റേ നമ്മളുടെ പനയോല മേഞ്ഞ വീടുകൾ കേട്ടോ. അവിടെ അടച്ചിട്ടില്ല, അവിടെ നിന്നും വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു മരം നോക്കിയാൽ നല്ല ചുവപ്പ് കളറും. ഏ पेड़ का नाम क्या है भैया? पता नहीं. हाँ നല്ല ഓ बहुत കളർ है ना वो बहुत अच्छा है. നല്ല കട്ട ചുവപ്പ് കേട്ടോ. ഇനിയിപ്പോൾ ചുവന്ന ചന്ദനമല്ലയാണോ പോലും. നൈസ്. ഇത് ഭീകരമായ രീതിയിൽ ലാൻഡ് സ്ലൈഡ് അല്ല, ഷൂട്ടിംഗ് സ്റ്റോൺസ് ഉണ്ടാകുന്ന ഏരിയയാണ്. മേലെ നിന്ന് കല്ല് വീഴുന്ന സ്ഥലം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അധികം നിൽക്കാൻ പാടില്ല എന്ന് അപ്പുറം എഴുതി വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് പാസ് ചെയ്ത് പോകണം. ഇത് കുറച്ചൊരു മുഴുവൻ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെയൊക്കെ നെറ്റ് ഇടുമായിരിക്കും കേട്ടോ, കല്ലൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം നെറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മളുടേതായ സ്വയം റിസ്കിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. എനിക്കൊട്ടെ ഇച്ചിരി പടപ്പിക്ക് മോളെ. ഞാനുണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് പിടിച്ച് തന്നെയാണ് പോകുന്നത്. റൈറ്റ് ഭാഗം കണ്ടോ നിങ്ങൾ? ഓക്കെയാ. അഥവാ വണ്ടി കൺട്രോൾ തെറ്റി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഇതാകുമ്പോൾ നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും അങ്ങ് ഉരുട്ടിയിടാം. വണ്ടി പോകത്തില്ല, നമ്മളും പോകത്തില്ല. ബോത്ത് ആർ സേഫ്. അതുകൊണ്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മലയുടെ ഓരം ചേർന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ റൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലതിനായിരിക്കും. ഓക്കെ. ഇതൊക്കെ റോഡ് പണിയുന്ന ആൾക്കാരുടെ ക്യാമ്പുകളാണ് കേട്ടോ. നമ്മൾ ഈ വന്ന ആ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇനി അങ്ങോട്ടേക്കും മുമ്പോട്ടേക്കും റോഡ് കട്ടിങ് ഉണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യും കേട്ടോ. അതിനോരോ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ നിർത്താതെ ഓടുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലത്. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള റോഡ് പണി സന്നാഹങ്ങൾ ഉണ്ട് കേട്ടോ. വീണ്ടും ഭീകരമായ രീതിയിൽ കട്ടിങ്ങുകൾ നടക്കുന്ന ആ ഒരു മേഖലയിലേക്കാണ് വന്നത്. നമുക്ക് ഇത്രയും നേരം വന്ന ആ ഒരു സ്പീഡൊന്നും ഇനിയും ഉണ്ടാവില്ല. എന്തായാലും പണിക്കാരിങ്ങോട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് അടയ്ക്കാൻ ഈ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ അപ്പുറം വേറെ വല്ല പണിക്കാരും ഉണ്ടെന്നുള്ളൂ അറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരു സമാധാനം തരില്ല ഈ ചിന്ത ഇങ്ങനെ കാട് കയറി ചിന്തിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. ഓ എന്തുവാ ഈ കുഴച്ചുണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മളൊരു കാടിൻ്റെ ഏരിയയിലേക്ക് കയറി. ഈ ഒരു മേഖലയിൽ കട്ടിങ് എത്തിയിട്ടില്ല. ചെറിയ റോഡ് അതുപോലെ തന്നെ ഇട്ടിട്ടാണുള്ളത് കേട്ടോ. ഇവിടുത്തെ കാട്ടിൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ ക്ഷുദ്രജീവികളൊക്കെ വളരെ കുറവാണ്. ഈ കരടി ഉണ്ടാവും, ഈ ചെറിയ മാനുകളുണ്ടാവും, പിന്നെ ഉണ്ടല്ലോ മിഥുനാണ് ഇവരുടെ മെയിൻ. മിഥുനുണ്ടാവും കേട്ടോ, പാവം പോലത്തെ മിഥുൻ. വെൽക്കം ടു മെച്ചുക്ക എന്ന് പറഞ്ഞ് ബോർഡ് ഇവിടെയുണ്ട്. പക്ഷെ മെച്ചുക്ക ഒന്നും എത്താറായിട്ടില്ല കേട്ടോ. നമ്മുടെ പണി ഇവിടെ പാളി കേട്ടോ. ഇവിടെ റോഡ് അടച്ചിട്ടുള്ളത്. ये कितना बजे तक है? 9:30. ഓക്കെ, 9:30 വരെ അടവാണ്. ഇപ്പോൾ സമയം 8:15 കേട്ടോ. ജസ്റ്റ് ഒരു 12 മിനിറ്റിനാണ് കേട്ടോ നമ്മളുടെ പണി പാളിയത്. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് കയറിപ്പോയിരുന്നു. കുഴപ്പമില്ല, ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവർ തുറക്കും. നല്ല നിബിഡമായ വനമാണ്. നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ പോയി കേട്ടോ. അതാ ഇവിടെ നിന്നൊരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഞാൻ തപ്പുന്നതേ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടാനുള്ള വഴിയുണ്ടോ എന്നുള്ളതാണ്. റെഡിയായോ? ഇല്ലല്ലോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുട്ടയെടുത്ത് ഇങ്ങോട്ട് പുഴുങ്ങായിരുന്നു. 9:30 തുറക്കുള്ളൂ എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇതിവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ ആ മുട്ടയും പുഴുങ്ങി ഒരു ചായം വെച്ച് കുടിക്കാം. നമ്മളുടെ സുമയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. മറ്റേ ഡംഡമില്ലേ, ഡംഡം, വൃത്തികെട്ട ഈച്ച ഫുള്ള് ചുറ്റുമാണ് കേട്ടോ. അത് കടിച്ചിട്ടുണ്ടെങ്കിൽ ഭീകരമായ അവസ്ഥയാണ്. കുറേ നാളായി നമ്മളുടെ കിച്ചണൊക്കെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട്. ഗ്യാസൊക്കെ ഫുള്ളാണ്, അന്ന് നമ്മൾ നിറച്ച് വെച്ചേക്കുന്നതാണ്. കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാനുണ്ടല്ലോ, ഇതിലും നല്ല സ്ഥലം നമുക്ക് വേറെ കിട്ടില്ല. അപ്പോൾ കുക്ക് ചെയ്ത് നമ്മൾ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. രാവിലെ വാങ്ങിയ മുട്ട മാത്രം പുഴുങ്ങി തിന്നാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഷുഗർ അങ്ങോട്ട് കുറച്ചാലോ എന്നുള്ളൊരു ചിന്തയില്ല. അപ്പോൾ ചായ കൂടി കുറേശ്ശെ കുറയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ അല്ലേ? നല്ല കാട്ട് രീതിയിൽ നല്ല കാട്ട് വെള്ളം മുട്ടയും കണ്ട് കളിച്ചില്ലേ മുട്ട ഒന്നും ഞാനുണ്ടാവില്ല കേട്ടോ. വെള്ളം ഞാൻ പിടിച്ച പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി. പിന്നെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ?
ചിലപ്പോൾ അട്ട ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അട്ടേനെ നോക്കിക്കൊണ്ട് കളിച്ചില്ലെങ്കിൽ വിവരം അറിയും. പല്ലൊക്കെ തേച്ചുകൊണ്ട് ചേട്ടന്മാർ വരുന്നുണ്ട്. മുട്ട പുഴുങ്ങൽ ഏറ്റവും ഭയങ്കര എളുപ്പമുള്ള പരിപാടി. നാല് മുട്ടയൊക്കെ ഒരു അഹങ്കാരമാണോ രാവിലെ തന്നെ? ഞാൻ 4 മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങ് വരെ നമുക്കിത് റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങ് വരെ തുഴഞ്ഞൊഴിഞ്ഞ് പോകണ്ടേ. അപ്പം 4 മുട്ടയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പുഴുക്ക് ഇത് മതിയാവുമെന്ന് തോന്നുന്നു. കൂവയുടെ ഇല വെച്ചിട്ട് നമുക്ക് സൈക്കിൾ തുണിയാക്കാം. കൈ കൊള്ളാണ്ടിരുന്നാൽ മതിയാവും. കൈ കൊള്ളുന്നുണ്ടല്ലോ. പിന്നെ വെള്ളത്തിന് നമുക്ക് ഒട്ടും ക്ഷാമമില്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം പിടിക്കാം. നമുക്ക് ഒഴുകി പോകേണ്ടിരുന്നതാണ്. ഇവിടെ ഉണ്ടല്ലോ, ഞാനെന്താ ഉറപ്പിച്ചിരിക്കാത്തതെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല അട്ടയുടെ ഉള്ള ഏരിയ ആണ്. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെച്ചിക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ചോര മുഴുവൻ പുറകിൽ കൂടി കയറി അട്ട തിന്ന് തീർക്കും, കുടിച്ച് തീർക്കും. അതുകൊണ്ടാണ് കേട്ടോ ഉറപ്പിച്ചിരിക്കാത്തത്. ഓടി ഓടി നമ്മുടെ ശ്രീകണ്ഠൻ നേരെ പോലെ ചാടി ചാടി കളിക്കുന്നത്. മുട്ട നല്ലോണം വെന്ത് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു പുഴുങ്ങിയ മുട്ട കിട്ടണമെങ്കിൽ മിനിമം ഒരു മുട്ടയ്ക്ക് അവർ 50 രൂപയെങ്കിലും വേണം. ഹെൽത്തി, ടേസ്റ്റി. ഈ ദംദമാണ് എൻ്റെ തലയ്ക്ക് ചുറ്റും ഈ സാധനം പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ ചെല്ലു നിങ്ങൾക്കുണ്ട്? 2 മുട്ട ഞാനുണ്ടല്ലോ സേഫായിട്ട് എടുത്തു വെച്ചു. നമുക്ക് പോകുന്ന വഴിക്ക് ഒന്നുകൂടി നിർത്തി കഴിക്കാം. വേറെ അറിഞ്ഞില്ലേ? ഇനി വാ പോവാം. ഏകദേശം ലൈൻ തുറക്കാറായിട്ടുണ്ട്. ഞാൻ വണ്ടി വീണ്ടും നമ്മളുടെ പാലത്തെ കൊണ്ടുവച്ചു. ഇപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം കുറേയധികം വണ്ടികൾ രാവിലെ പുറപ്പെട്ട സുമോകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആരും നേരത്തെ പോയിട്ടില്ല കേട്ടോ. ഇവർക്ക് ഈ ടൈമിംഗ് അറിയാവുന്നതുകൊണ്ട് സുമോക്കാർക്ക് ആ ഒരു ടൈം അനുസരിച്ചാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. വഴി തുറന്ന് കിട്ടി. ആദ്യമേ ആർമി വണ്ടി അപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നേ. അവരെ ആദ്യമേ അങ്ങോട്ട് വിട്ടതിന് ശേഷമാണ് നമ്മൾ വന്നത്. നമ്മൾ ബൈക്കുകാർ മാത്രം ആദ്യം ഇങ്ങോട്ട് വന്നത് കേട്ടോ. കാരണം ആർമി വലിയ വണ്ടിയല്ല, അപ്പം മറ്റു വണ്ടികൾ പുറകെ വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ആ ടൈമിനുള്ളിൽ നമുക്ക് പോയി ആ റോഡ് ക്രോസ് ചെയ്യണം. കാരണം കുറേ വണ്ടികൾ വന്നു കഴിയുമ്പോഴല്ലോ മുഴുവൻ ചെളിക്കുളവാകും. അതിന് മുമ്പേ നമുക്ക് നല്ല റോഡ് പിടിക്കണം കേട്ടോ. ഇതാണ് കട്ടിങ് നടന്ന ഏരിയ കേട്ടോ. അതായത് രാത്രിയിൽ അടച്ചിട്ടുണ്ട്, 7:30 മുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 9 വരെയൊക്കെ ഇവിടെ തുറക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ ഇവിടെ വന്നുകൊണ്ടും കാര്യമില്ല. ഏകദേശം അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വരേണ്ടത്. എന്തായാലും നമ്മൾ അത്രയില്ല, നമ്മളാകെ 1 മണിക്കൂറേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ 1 മണിക്കൂർ ടൈം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടൈം വേസ്റ്റ് വന്നിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ റോഡുണ്ടല്ലോ കുഴമ്പ് പരുവത്തിലാണുള്ളത്. പക്ഷെ ഇവർക്കൊന്ന് അടി പഠിച്ചിട്ടൂടെ? ഈ ബൈക്കുകാർ ചിന്തിക്കുകയെങ്കിലും ചെയ്യേണ്ടി വരും. സീനാണ്. അത്രയ്ക്കും വലിയ വണ്ടികളൊക്കെ വന്നു തുടങ്ങി. എൻ്റെ പറയല്ലേ വന്നു, അവർക്കൊക്കെ എന്തും ആകാലോ. നമ്മുടെ അവസ്ഥയല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ് അവിടെ എത്തണമെങ്കിൽ അത്യാവശ്യം നല്ല പാടാ.
ഒരു 3-4 തവണ വീഴാനായിട്ട് പോയേ. എന്തോ ഭാഗ്യം കൊണ്ട് വീണിട്ടില്ല. എൻ്റെ പൊന്നോ, വീണു എന്ന് വിചാരിച്ചതാണ്, വീടില്ല. അന്നത്തെ കാര്യമേ അവിടെ ഈ ടാറിൻ്റെ പൊക്കത്താണ് കുറേ ചെളി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയില്ല, ടാറിൻ്റെ മേലെ ആകുമ്പോൾ അത്രയും കൂടി പിടുത്തമുണ്ടാവില്ല, ഭയങ്കരമായിട്ട് തെന്നിപ്പോവും. അതാണ് പറ്റിയത്. കുഴപ്പമില്ല, നമ്മൾ ആ ഒരു മേഖല കഴിഞ്ഞു. സ്വർഗം താൻ ഇറങ്ങി വന്നതോ, ഓ അതാ വീണ്ടും നമ്മൾ സ്വർഗത്തിലേക്ക് കയറിയിരിക്കുന്നു. എനിക്ക് തോന്നിയുണ്ടല്ലോ, മെച്ചുക്ക വരെ റോഡ് ഇനിയിപ്പോൾ മുഴുവനായിട്ട് വെട്ടി അതുപോലെ ടാറിട്ട് വരണമെങ്കിൽ അടുത്ത ഒരു 5 വർഷം കൂടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ആവാനായിട്ട്. നമ്മളുണ്ടല്ലോ തെന്നി വീഴാതിരിക്കാനുള്ളതിനൊരു പ്രധാന കാരണമുണ്ട്. അതിൻ്റെ കാരണം നമ്മളുടെ ABS ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ABS വർക്കിംഗ് ആണ്. ഓക്കെ, മനസ്സിലായി. അതായത് ഞാൻ ഫ്രണ്ടിലത്തെ ബ്രേക്ക്, നോർമലി ഞാനിപ്പം എക്സ്പൾസിൽ നിന്നൊക്കെ ആണെങ്കിലും ഉരുണ്ട് വീഴാനുള്ള പ്രധാനപ്പെട്ട ഒരു വരുന്നത്, വണ്ടി കുറച്ച് സ്പീഡ് കൂടുന്ന സമയത്ത് ഒരു കൺട്രോൾ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പിടിക്കും. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ അത് കടിച്ച് നമ്മൾ തെന്നി അടിച്ച് വീഴും. അതാണ് നോർമലി സംഭവിക്കാറുള്ളത്. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് അമർത്തിയാലും ഞാനൊരു പേടിയുടെ പുറത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അത് അങ്ങോട്ട് ഇതാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് ആണ് നമ്മൾ വീഴാതെ രക്ഷപ്പെട്ടത്. ബ്രേക്ക് ഭാഗം പിന്നെ തെന്നി പോകാനൊരു കാരണം നമ്മളുടെ ലഗേജാണ്. ബാക്കോട്ടാണ് നമ്മുടെ ലഗേജ് ഇറങ്ങിയിരിക്കുന്നത്. ഒരാൾ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബാലൻസ് കറക്റ്റാണ്. ഇപ്പോൾ ഷൂ ഒന്ന് കഴുകട്ടെ. അയ്യോ, നിങ്ങൾക്ക് നമ്മളുടെ എൻ്റെ പക്കത്ത് നിറച്ച് ചെളിയായി. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കഴുകാൻ വേണ്ടി വേണം ഒരു 10-20 രൂപ സെപ്പറേറ്റ് എക്സ്ട്രാ കൊടുക്കണം. കാരണം വണ്ടി എത്ര കഴുകിയാലും കാര്യമില്ല കേട്ടോ. എന്നാൽ ചില കാലിൻ്റെ അടിയിലെല്ലാം ചെളി പിടിച്ച് ഗ്രിപ്പൊക്കെ പോയി ഷൂവിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയില്ല. അല്ല പിന്നെ വണ്ടിയുടെ അത്യാവശ്യം കഴുക്കലൂടെ കഴുകിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ചെളി ഇനിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ കട്ടച്ചെളി അങ്ങ് പോട്ടെ. കഴുകുന്നതിൻ്റെ കൂടെ നമ്മുടെ വണ്ടികളൊക്കെ നമ്മളുടെ മുമ്പേ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഏറ്റവും അധികം ഓടുന്നത് നമ്മളുടെ സുമോ ഇല്ലേ, സുമോ ഗോൾഡ്, ആ ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. അവൻ്റെ കരുത്തും അവൻ്റെ കാപ്പബിലിറ്റിയൊക്കെ അറിയണമെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ മതി. ഈ റോഡ് വഴി അറഞ്ചം പറഞ്ഞ് ഓടുന്ന സാധനം. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും സുമോ ഗോൾഡ് അധികം ഇറങ്ങാറില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ ടെറൈൻ ഇതൊരു പുലിയാണ് കേട്ടോ. റോഡില്ലാത്ത സ്ഥലത്തും പോകും. ഒരു സ്ഥലത്ത് മോശം റോഡ് അങ്ങനത്തെ ഒരു അവസ്ഥ കിടക്കുമ്പോൾ നേരെ അപ്പുറത്തെ സൈഡിലായിട്ട് ബ്യൂട്ടിയുടെ അങ്ങേയറ്റേ. എൻ്റെ അരുണാചല, നീ ഒരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. ഫ്രണ്ട്സ് നോക്ക്, ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് പേരെന്താണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടം ഞാൻ നിങ്ങൾ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു 100 മീറ്ററിന് മേലെ ഉണ്ടല്ലോ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്. എൻ്റെ പൊന്നോ, അന്ന് ഇത്രയും വെള്ളമില്ലായിരുന്നു, പക്ഷേ ഇന്ന് നോക്കിയാൽ എത്ര വെള്ളമുണ്ടെന്ന്. നൈസല്ലേ? വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുമ്പോൾ നമ്മളൊന്നും അറിഞ്ഞില്ല മറ്റൊരു വലിയ ദുരന്തം നമ്മളെ കാത്തിരിപ്പുണ്ടെന്നുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്നത് വെറും സാമ്പിൾ മാത്രമാണ്. ഇനിയാണ് കഥ തുടങ്ങുന്നത്. കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി നിങ്ങൾക്കറിയാലോ. നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ്. അതിനും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.